വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. റംസാൻ മാസം ആരംഭിച്ചിരിക്കുകയാണ്. റംസാൻ മാസത്തിൽ വലിയ വലിയ ചേഞ്ചസ് ലോകത്തുണ്ടാകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ഒന്ന് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആദ്യം നമുക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിലേക്ക് വരാം. റംസാൻ മാസത്തിന് മുമ്പായിട്ട് പാകിസ്ഥാനിൽ എങ്ങും ബോംബ് ബ്ലാസ്റ്റ് ആണ്. അതായത് 3ഉം 4ഉം ബോംബ് ബ്ലാസ്റ്റ്, ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി മത്സരം നടക്കുകയാണ്. അപ്പൊ ഇന്ത്യ തലയിൽ കൈവച്ച് പറഞ്ഞു പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി മത്സരം നടത്താൻ പറ്റില്ല, കാരണം പാകിസ്ഥാനിലെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് എന്നുള്ളത്. പക്ഷേ ICC ഒന്നും അത് കേട്ടില്ല. പോരാത്തതിന് ഇന്ത്യ പറഞ്ഞു എന്തായാലും ഞങ്ങൾ പറ്റില്ല കളിക്കാൻ, ഞങ്ങൾക്ക് ദുബായിൽ അറേഞ്ച് ചെയ്തു. അങ്ങനെ ദുബായിലാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഈ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയത് മുതൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഫോടനങ്ങളാണ് പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മുൾമുനയിൽ നിന്നാണ് ആൾക്കാർ, അവിടെ ക്രിക്കറ്റേഴ്സ് ഈ ചാമ്പ്യൻസ് ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. അതായത് ഈ ചാമ്പ്യൻസ് ട്രോഫി കളിച്ചിട്ട് പോകുന്ന ഇപ്പൊ ഔട്ടായിട്ട് ബാറ്റർമാരൊക്കെ തിരിച്ചു കയറി പോകുമ്പോൾ ഈ വിമാനം ആകാശത്തൂടെ പറക്കുമ്പോൾ തന്നെ ഈ ക്രിക്കറ്റേഴ്സ് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് അവർ മുകളിലോട്ട് നോക്കുന്നുണ്ട്, ഇനി ബോംബെങ്ങാനും ആണോ വന്ന് വീഴുന്നതെന്ന് പറഞ്ഞ്. അത് സത്യം പറഞ്ഞാൽ ട്രോൾ ആണെങ്കിലും അവിടുത്തെ ഒരു ശോചനീയാവസ്ഥയാണ് കാണിക്കുന്നത്. മനസമാധാനമായിട്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളതിന് ICCക്ക് സമ്പൂർണമായിട്ടുള്ള ഉറപ്പ് നൽകിയിട്ടാണ് പാകിസ്ഥാൻ വന്നിരിക്കുന്നത്. ഇപ്പോ ഇരട്ട സ്ഫോടനം കഴിഞ്ഞ വെള്ളിയാഴ്ച മൊഹസിൻ നഖ്വിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെയും ഷഹബാസ് ഷെരീഫിനെയും നേതൃത്വത്തിലുള്ള സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി എന്ന റിപ്പോർട്ടുണ്ട്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ ഒരു പള്ളിയിൽ നടന്ന ആക്രമണം, 3 പേർ കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കേറ്റു. പെഷാവാറിൽ ഒരു മദ്രസയിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്, അതിൽ 5 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പടിഞ്ഞാറൻ ഭാഗത്തുള്ള ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ മറ്റൊരു സ്ഫോടനം നടന്നിട്ടുണ്ട്, 10 പേര് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. പാകിസ്ഥാൻ പത്രമായിട്ടുള്ള ദി എക്സ്പ്രസ് ട്രിബ്യൂൺ തന്നെയാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ വലിയൊരു പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ്. അതായത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഇത് സംഘടിപ്പിക്കുന്നത്. റംസാൻ മാസം വേറെ വരാൻ പോകുന്നു. റംസാൻ മാസത്തിന് മുമ്പായിട്ട് അവന്മാര് പടക്കം പൊട്ടിച്ച് കളിക്കുകയാണ്, ആൾക്കാർ മരിച്ചു വീഴുകയാണ് അവിടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ എന്ത് ധൈര്യത്തിലാണ് ഈ ICCI അവിടെ ഇത് നടത്താനായിട്ട് തീരുമാനിച്ചത് എന്ന് എനിക്ക് ഒരു ചോദ്യമുണ്ട്. കാരണം പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് നമുക്കിത് നടത്താനുള്ള ഒരു ധൈര്യം വേണമല്ലോ അവിടെ നടത്താമെന്ന്. ഇപ്പൊ ഖത്തർ ഫുട്ബോൾ വേൾഡ് കപ്പിന് വിളിക്കുകയാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് ഖത്തർ വിളിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എത്രയൊക്കെ ഭീകരവാദം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിനകത്ത് സുരക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. അവരെ കൊണ്ട് അത് സംഘടിപ്പിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പുണ്ട്. പക്ഷെ പാകിസ്ഥാൻ എന്ത് കണ്ടിട്ടാണ് ഈ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയത്? ഇതിന് പിന്നിൽ വേറെ വല്ല അജണ്ടയും ഉണ്ടോ? ഈ പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഇവരെല്ലാം കൂടെ പോകാനുള്ള എന്താണ് അവിടെ നടക്കുന്നത്? പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവരൊരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ എന്തുകൊണ്ടാണ് ഈ റംസാൻ മാസത്തിൽ തന്നെ ഈ ഒരു സ്ഫോടനങ്ങളും മറ്റും നടന്നത്? അതും നടന്നത് സ്ഥലം കൂടെ ശ്രദ്ധേയമാണ്. മദ്രസയിലാണ് നടന്നിരിക്കുന്നത്. കുട്ടികൾ, അതായത് മതവിദ്യാഭ്യാസം നടത്തുന്ന കോളേജിലാണ് നടന്നിരിക്കുന്നത്, പള്ളിയിലാണ് നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ സമയം നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് എന്നൊരു വാർത്ത. ആ യുദ്ധം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിനിടയിൽ ബ്രേക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ നാളുകളിൽ പോലും ഇതുപോലെയുള്ള ബോംബ് സ്ഫോടനങ്ങളും മറ്റും അവിടെ അരങ്ങേറുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാൻ ഈ അടുത്ത സമയങ്ങളിലൊക്കെ അവരുടെ ഒരു മുഖം മിനുക്കലിന്റെ ഭാഗമായിട്ട് അവർ ഇന്റർനാഷണൽ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഗ്രേ ലിസ്റ്റിലേക്കും അവിടെ നിന്ന് മുകളിലേക്കും കയറി ഈ അമേരിക്കയുടെയും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തുടർച്ചയായി നടത്തും. അതിന്റെ ഭാഗമായിട്ട് അവരൊരു മുഖമിനുക്കലിന്റെ പാതയിലായിരുന്നു. ഭീകരന്മാരെ ഒതുക്കി അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ഗ്രേ ലിസ്റ്റിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ തങ്ങളുടെ രാജ്യത്ത് സമാധാനമാണ്, ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അറിയിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒക്കെ ഒരു ഫംഗ്ഷൻ നടക്കണമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ S ജയശങ്കർ ഒക്കെ കൂടെ പങ്കെടുത്ത ഈ G20യുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു യോഗം പാകിസ്ഥാനിൽ നടക്കുകയുണ്ടായി. നമ്മുടെ S ജയശങ്കറാണ് പങ്കെടുത്തത്. നരേന്ദ്രമോദി പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ മാധ്യമം ഉയർത്തിയിരുന്നെങ്കിലും മോദി പങ്കെടുത്തിരുന്നില്ല. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം റഷ്യയിൽ പോയിരുന്നു, നരേന്ദ്രമോദി 2 വട്ടം. പക്ഷെ പാകിസ്ഥാനിൽ പോയില്ല. പകരം നമ്മുടെ S ജയശങ്കറാണ് ആ പരിപാടി പങ്കെടുത്തത്. ആ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതായത് ഈ ഉച്ചകോടി നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാമാബാദിലും പരിസരങ്ങളിലെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കുകയും കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഒപ്പം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നിർത്തലാക്കുകയും
അതുപോലെ തന്നെ ഇതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്കൂളിനും കോളേജിനും അവധി കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് ഉം. ഇത്രത്തോളം ചെയ്തിട്ടാണ് ഒരു രാജ്യം ഇത്തരത്തിലൊരു ഉച്ചകോടി നടക്കുന്നത്. ഇവിടെ വളരെ രസകരമായിട്ട് ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കൗതുകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ G20 ഒരു യോഗം നമ്മുടെ രാജ്യത്ത് നടന്നത് ജമ്മു കാശ്മീരിലായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ടാണ് അതിന്റെ യോഗങ്ങൾ നടന്നത്, നമ്മുടെ കുമരകത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജമ്മു ഉം. കാശ്മീരിൽ നമ്മളൊരു യോഗം നടത്തിയിരുന്നു. ഒരു വണ്ടി പോലും നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് സുരക്ഷാ സംവിധാനങ്ങൾ സ്വാഭാവികമായും ഏർപ്പെടുത്തുന്ന പോലെ ഏർപ്പെടുത്തുള്ളൂ. ഇവിടെ ആരും കർഫ്യൂ പ്രഖ്യാപിച്ചില്ല, 144 പ്രഖ്യാപിച്ചില്ല, ജനങ്ങളോട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞില്ല, കുട്ടികളോട് നിങ്ങൾ പഠിക്കണ്ട എന്ന് പറഞ്ഞില്ല, ഇന്റർനെറ്റിനും യാതൊരു കുഴപ്പവുമില്ല. വളരെ ഭംഗിയായി തന്നെ ഇവിടെ പരിപാടികൾ നടന്നുപോയി. കാശ്മീരിൽ നടന്നതാണ് നമ്മളെ സംബന്ധിച്ച് ലോകത്തിന് മുമ്പിൽ നമ്മൾ തെളിയിച്ചു കൊടുത്തു, ഇതാണ് നിങ്ങൾ പറയുന്ന കാശ്മീർ, ഇവിടെയാണ് വലിയ പ്രശ്നം നടക്കുന്നത് പറയുന്ന കാശ്മീർ, ഇതാ ഞങ്ങൾ ഈ യോഗം നടത്തുന്നു. യോഗം നടത്തുക മാത്രമല്ലായിരുന്നു, അതിൽ പങ്കെടുത്ത വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ദാൽ തടാകത്തിലൂടെ ഒക്കെ ബോട്ടിംഗ് നടത്തുന്ന കാഴ്ചകളും ലോകം കണ്ടതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ അവിടെ കാര്യങ്ങൾ. യെസ്. പക്ഷെ നേരെ മറിച്ച് അതിന് സമാനമായ അതിന്റെ ഒരു സെഷൻ, വിവിധ സെഷനാണല്ലോ ഈ G20 ഉച്ചകോടിയുടെ, കാലാവസ്ഥയുടെ സെഷനുണ്ട്, സാമ്പത്തികമായ വിഭാഗമുണ്ട്, അങ്ങനെ പല സെഷൻ. അതിനകത്ത് ഒരു സെഷൻ നടന്നത് പാകിസ്ഥാനിലായിരുന്നു. പാകിസ്ഥാനിൽ ഇത് നടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ റോഡുകൾ മറ്റൊക്കെ ബ്ലോക്ക് ചെയ്തു. റോഡുകൾ ബ്ലോക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ കണ്ടെയ്നർ ലോറികളുണ്ട്, ഈ ലോറികൾ കൊണ്ടുവന്ന് റോഡിന് ക്രോസ് വെക്കുക, അങ്ങോട്ടേക്ക് വാഹനങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം. കാരണം കലാപകലുഷിതമാണ്. ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ഇമ്രാൻഖാന്റെ പാർട്ടി അവിടെ ഒരു വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. അവരന്ന് നമ്മുടെ S. ജയശങ്കറെയൊക്കെ ക്ഷണിക്കുകയുണ്ടായി ആ പരിപാടിയിലേക്ക്, ഞങ്ങളുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ വരണമെന്നും ഇതിൽ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പം ഈ ഒരു പ്രതിച്ഛായ നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരിത്. രണ്ടാമത്തെ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പണം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ആ രാജ്യത്തേക്ക് അനവധി വിദേശികൾ കളി കാണാനും മറ്റുമായി ഒഴുകിയെത്തും. അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇൻകം, ഒപ്പം തന്നെ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന ഒരു ഫണ്ട്, അതിനകത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയെ പോലൊരു രാജ്യം കളിച്ചാലേ വലിയ നേട്ടം ഉണ്ടാവും. അതിപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡ് ഈ കളി എവിടെ വെച്ചാലും ഇന്ത്യ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഈ കളികൾക്ക് ഉണ്ടാകില്ല. കാരണം ഇതിനകത്ത് ഉം. ചില മത്സരങ്ങളുണ്ട്. അതിലൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. അതിൽ പാകിസ്ഥാൻ മാത്രമായാലും ഇന്ത്യ മാത്രമായാലും അതിനൊരു ഉണ്ടാകില്ല, വലിയ പണം അത് കിട്ടത്തില്ല, ആൾക്കാർ കാണാനും കാണില്ല. അപ്പോ പൊതുവെ ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് ആരാധകർ വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അവർ ഈ ലോകത്ത് എവിടെ ക്രിക്കറ്റ് കളി നടന്നാലും പോവുകയും ചെയ്യും. അതുപോലെ UK നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരും. അപ്പൊ അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു സാമ്പത്തിക രംഗത്തിന് ഒരു ഉണർവാകും. മറ്റൊന്ന്, ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വലിയ ഒരു മാമാങ്കം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ ഇവിടെ വേണ്ടിയിട്ടാണ് അവരത് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്ത്യ അത് പോയില്ല. ഇന്ത്യ എടുത്ത നിലപാട് ശരിയായിരുന്നു. അന്ന് ഇന്ത്യ എടുത്ത നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോലും പലരും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ അത് ശരിയല്ല, കളിക്കാരുടെ ഇടയിൽ ഇങ്ങനെ രാഷ്ട്രീയം കുത്തിവെക്കരുത്, രണ്ട് രാജ്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതിയവർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യം, ഇന്ത്യ എടുത്ത നിലപാട് എത്ര ശരിയായിരുന്നു? ഇപ്പൊ ഒരു ചെയിൻ പോലെയാണ് ബോംബ് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കളിക്കാർ അവിടെ പോയിരുന്നെങ്കിൽ നമ്മളുടെ ഓരോ കായിക പ്രേമിയുടെ മാത്രമല്ല ഓരോ രാജ്യസ്നേഹിയുടെ മനസ്സ് തീയായിരുന്നേനെ. ഈ കളിക്കാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമോ, കൊല്ലുമോ എന്നൊക്കെയുള്ള വലിയ ഭീതി തന്നെ നമുക്കുണ്ടായിരുന്നു. കാരണം നമുക്ക് യാതൊരു ഉറപ്പും പാകിസ്ഥാനെ കുറിച്ചില്ല. കാരണം എന്താ പറയാ, നമുക്ക് നന്നായി അറിയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതായിരുന്നു അവിടെ സംഭവിച്ചത്. ഇപ്പോഴവിടെ നടക്കുന്ന ഈ പക്തൂൺ മേഖല, ഖൈബർ പക്തൂൺ മേഖലയിൽ കഴിഞ്ഞ ഒരു 3-4 മാസക്കാലമായിട്ട് അവിടെ നടക്കുന്ന പൊരിഞ്ഞ യുദ്ധം തന്നെയാണ്. ഒരു ഭാഗത്തു നിന്ന് താലിബാന്റെ അറ്റാക്ക് നേരിടുന്നുണ്ട്, ഒപ്പം തന്നെ ഖൈബർ പക്തൂൺ മേഖലയിലുള്ള ബലൂചിസ്ഥാൻ പോരാളികളും പാക് ആർമിയും തമ്മിലുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, രണ്ടു കൂട്ടർക്കും ബ്രേക്ക് ഒരു ആശ്വാസമായിരിക്കും. കാരണം അപ്പൊ അവർ കൂടുതൽ കരുത്തരാകും, ശക്തരുമാകും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും ഒരു ബ്രേക്കിന് താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മദ്രസകളും കോളേജുകളും പള്ളികളും തെരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ തകർക്കപ്പെട്ട മദ്രസകളും ഈ കോളേജുകളും ഒക്കെ ഈ ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മതപഠനം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് പണ്ടേ മുതൽ കുപ്രസിദ്ധി ആർജിച്ചവയാണ്. അതായത് ഇപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് താലിബാനിലുള്ള ഇപ്പോഴത്തെ താലിബാന്റെ നേതാക്കന്മാരടക്കം പഠിച്ചിറങ്ങിയ മദ്രസയായിരുന്നു. 3 ദിവസം മുമ്പ് ബോംബിട്ട് തകർക്കുകയും അവിടെ താലിബാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളുടെ മകൻ, അതായത് ഈ മദ്രസയുടെ ടോപ്പ് തലവനാണ്, അദ്ദേഹവും ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. അത് 3 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ താലിബാന്റെ കൂടെയുള്ള അവരുടെ പ്രമുഖ നേതാക്കളെല്ലാം പഠിച്ചിറങ്ങിയിരുന്നത്. അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, താലിബാനെ തകർക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്. പക്ഷെ ഈ മദ്രസയെ കുറിച്ച് അത്ര വലിയ പേരൊന്നും അല്ല. ഈ മദ്രസ ഈ തീവ്രവാദികളുടെ ട്രെയിനിങ് സെന്റർ ആണ് എന്ന് നേരത്തെ തന്നെ അറിയാം. പക്ഷെ പാകിസ്ഥാൻ മാത്രം അത് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ പാകിസ്ഥാൻ തന്നെ തകർത്തതായിട്ട് വേണം നാം അത് കരുതാനായിട്ട്.
അപ്പൊ അതിന്റെ ഒരു തിരിച്ചടി താലിബാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം നമുക്കിപ്പോ പുറത്ത് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോ ഒരു വലിയ സംഭവത്തിന്റെ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്ന ചില അവസരങ്ങളിൽ. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ആ ഒരു പള്ളിയിലും ഈ കോളേജും ഒക്കെ പിന്നീട് ആക്രമിച്ചത് വാർത്ത, അതായത് ഇന്ന് രാവിലെ മറ്റോ ആരും തോന്നുന്നു നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു തോന്നുന്നു. അതും ഒക്കെ സംഭവിച്ചത് ഇത്തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ റംസാൻ മാസം എന്ന് പറയുന്നത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു പുണ്യ മാസമാണ്. ഈ മാസത്തിലാണ് ഇവര് ഈ ദാനധർമാദികളൊക്കെ കൂടുതലായി ചെയ്യുന്നത്, സക്കാത്ത് നൽകുന്നതൊക്കെ ഈ ഒരു മാസത്തിലാണ്. അപ്പം ഈ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ മിഡിൽ ഈസ്റ്റില്, അതായത് ഈ ഹമാസ് എപ്പോഴൊക്കെയാണോ ഇസ്രയേലുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നത്, അതായത് ഇസ്രയേലിനെ പോയി ചൊറിഞ്ഞ് അത് യുദ്ധത്തിലേക്ക് എത്തിക്കുന്ന അത് ഏത് മാസമാണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ വർഷവും ഈ റംദാൻ നോമ്പ് കാലയളവിലാണ് ഈ ഹമാസും ഇസ്രയേലുമായിട്ട്, അതായത് ഇസ്രയേലിനെ ആദ്യം പോയി ഒന്ന് ചൊറിയും, ഇസ്രയേൽ കയറി അടിക്കും. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വലിയ ഫണ്ട്, അതായത് സക്കാത്ത് മുഖേന ഈ മുസ്ലിം വിശ്വാസികൾ നൽകുന്ന പണം സ്വീകരിക്കുക. അതിന്റെ പേരിലായിരുന്നു നമുക്കറിയാം സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടത്തും. അതായത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരണം, അവര് ആകപ്പാടെ തകർന്നു പോയി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇത് വലിയ രീതിയിലുള്ള ഫണ്ടിങ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങള് വലിയ രീതിയിൽ ഈ റംദാൻ വ്രതശുദ്ധിയുടെ അല്ലെങ്കിൽ നോമ്പ് കാലത്ത് വലിയ ഫണ്ടിങ് നടത്തുമായിരുന്നു, കോടികളുടെ ഫണ്ടിങ് നടത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ പഴയതുപോലെ അത് ക്ലച്ച് പിടിക്കുന്നില്ല. ആ ഒരു ക്യാമ്പയിൻ നമ്മുടെ ഇന്ത്യയിൽ പോലും അത് ക്ലച്ച് പിടിക്കുന്നു. ഇന്ത്യന്നൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഈ ഹമാസിന് ലഭിച്ചിരുന്നത്. കാരണം ഈ ക്യാമ്പയിൻ, അതായത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഗതി കണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ ആ സമയത്തൊക്കെ അവർ റിലീസ് ചെയ്യും, അക്രമം ഉണ്ടാകും, എന്നിട്ട് ഈ വാർത്തകൾ വലിയ രീതിയിൽ പെരുപ്പിക്കും. കാരണം ഇവരവിടെ ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ അക്രമം നടത്തിയിട്ട് ആശുപത്രികളിലും സ്കൂളുകളിലൊക്കെ കയറി ഒളിക്കുകയും ഇസ്രായേൽ സേന അവിടെ ബോംബിടുകയും മറ്റും ചെയ്യും. അതേ സ്ത്രീകളെ കൊന്നൊടുക്കി, കുട്ടികളെ കൊന്നൊടുക്കി, ഈ പരിശുദ്ധ നാളിൽ ഇത് ചെയ്തു, ഞങ്ങൾക്ക് ജീവിക്കാൻ വകയിൽ എന്തെങ്കിലും തരണേ എന്ന് പറയുമ്പോൾ കൊടുക്കുമായിരുന്നു. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത് അവർ ചെയ്യാറില്ല. സൗദി അടക്കമുള്ള രാജ്യങ്ങള് ഈ ഹമാസിനോട് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തകർച്ച നിങ്ങളുടെ ആശുപത്രിക്കോ കുടിവെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തരാം. ഇപ്പൊ സൗദി എല്ലായിടത്തും എടുക്കുന്നത്, പാകിസ്ഥാനോട് എടുക്കുന്ന നിലപാടും അത് തന്നെയാണ്. പണം തരില്ല, ക്യാഷ് ആയിട്ട് 5 പൈസ തരത്തില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ട അത് ഞങ്ങൾ ചെയ്തു തരും. സ്കൂള് പോയോ, സ്കൂൾ ഞങ്ങൾ കെട്ടിത്തരാം. ഇപ്പോൾ ഖത്തർ ആയിരുന്നു ഏറ്റവും ഒടുവിൽ ഇവർക്ക് പണം നൽകിക്കൊണ്ടിരുന്നത്. കാരണം ഈ പണം കിട്ടുന്ന പണം മുഴുവൻ ആയുധങ്ങൾ വാങ്ങാനായിട്ടാണ് ഹമാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഖത്തറും പണം കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. അത് നിർത്തിയിട്ടില്ല അവര്, അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതിന് പകരം ഖത്തറും ഇപ്പോൾ ഈ സൗദി അറേബ്യ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, മരുന്നാണോ വസ്ത്രമാണോ, അത് ഞങ്ങൾ തരാം, അത് എത്തിച്ചു തരാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത്. അപ്പം ഈ റംദാൻ മാസത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ഹമാസിനെ പോലുള്ള സംഘടന കാണുന്നത് പോലെയല്ല പാകിസ്ഥാനിൽ കാണുന്നത്. പാകിസ്ഥാനിൽ ആ ഒരു കാലഘട്ടങ്ങളിലൊന്നും അക്രമം ഇല്ലെങ്കിൽ സംഘർഷം ഒരു പതിവായ കാഴ്ചയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇത്തവണ പതിവ് തെറ്റിച്ചു. പതിവ് തെറ്റാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആഭ്യന്തര യുദ്ധമാണ് നടക്കുന്നത്. യുദ്ധത്തിനിടയിൽ അവർക്ക് ബ്രേക്ക് എടുക്കാൻ കഴിയില്ല. ഈ യുദ്ധത്തിനിടയിലേക്കാണ് ഈ റംസാൻ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി രൂക്ഷമാകാനുള്ള സാധ്യതയാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ പാകിസ്ഥാന്റെ വാർത്ത എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. ബലൂചിസ്ഥാൻ നമ്മൾ പറയരുത്, ഖൈബർ പഖ്തൂൺ മേഖല എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഈ പണ്ട് കാലത്ത് കൂടിച്ചേർന്ന ആ ഒരു വലിയ 4 രാജ്യങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ സിന്ധു പഞ്ചാബ് പ്രവിശ്യ തൊട്ട് പഖ്തൂൺ വരെ നീണ്ടു കിടക്കുന്ന പാകിസ്ഥാന്റെ 44% വരുന്ന പ്രദേശത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇപ്പോൾ നടക്കുന്നത് അവിടെ ഒരു യുദ്ധമാണ്, ആഭ്യന്തര യുദ്ധമാണ്. അതിനിടയിൽ തന്നെയാണ് ഈ സംഘർഷങ്ങൾ നടക്കുന്നത്. ഇന്ത്യ അവിടെ കളിക്കാൻ പോകാതിരുന്നത് വളരെ നന്നായി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. കാരണം നിരന്തരമായിട്ടുള്ള ഒരു അറ്റാക്കും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ കമന്റ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ചാമ്പ്യൻസ്, ഈ ഹോക്കിയുടെ ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്, അതെന്തായാലും പാകിസ്ഥാനിലോ ഇന്ത്യയിലോ വെച്ച് നടത്തണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താം. കാരണം പാകിസ്ഥാനിൽ വെച്ചത് നടക്കില്ല എന്നുള്ള കാര്യം പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അത് കിട്ടത്തില്ല, ഞങ്ങൾ ഇവിടെ നടത്താൻ ആരും തയ്യാറാകത്തില്ല. അപ്പൊ അതുകൊണ്ടൊരു കാര്യം, ഇന്ത്യയിലും വെച്ച് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താം. അപ്പം എനിക്കും വേണ്ട നിനക്കും വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താം തീരുമാനമാണ്. ഏതായാലും ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവര് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ ഭരണകൂടവും സൈന്യവും ഒക്കെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഭരണകൂടം വേണ്ടത്ര വിജയിക്കുന്നില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വളരെ ശക്തമായതോടുകൂടി അവിടുത്തെ ഈ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ഡെവലപ്മെന്റ്സ് എന്താണെന്നും അവിടുത്തെ ജനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അപ്പൊ വെറുതെ പോയിട്ട് ഇന്ത്യയാണ് നമ്മുടെ ശത്രു, ഇന്ത്യ നമുക്ക് തകർക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ പാക് ജനത തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. അങ്ങനെ അവരുടെ മൈൻഡ് തന്നെ ഒരുപാട് മാറിപ്പോയി. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ഈ വർത്തമാൻ നമ്മുടെ ക്യാപ്റ്റനെ പിടികൂടിയതിനു ശേഷം ഒന്നും ഈ പാകിസ്ഥാനിലെ അഭിനന്ദ് വർത്തമാനെ പിടികൂടിയതിനു ശേഷം ഒന്നും പാകിസ്ഥാനിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഇല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സംഘടനകളുടെ ഭാഗത്തുനിന്ന് കൊലവിളിയോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചും അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ട്. കാരണം അവർക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു, മുൻപ് അവർക്ക് മനസ്സിലാകില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണ്. എന്തിനു പറയുന്നത്, പാകിസ്ഥാനിലുള്ള വ്ളോഗേഴ്സ് പോലും നരേന്ദ്രമോദി പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകളും അവിടുത്തെ ഈ ലോക്കൽ പീപ്പിൾസിന്റെ എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ റിയാക്ഷൻസ്, ഇതെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്ക് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും പാകിസ്ഥാനിലുള്ള ആളുകളുടെ അവരുടെ എന്താണ് അവരുടെ ഒപ്പീനിയൻ പോൾസ് ഒക്കെ നടത്തുമ്പോൾ അവരെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇതാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ മുഖം മിനുക്കാൻ ഒരു ശ്രമം നടത്തുന്നു, അതും പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ്. ഏതാണ്ട് ഒരു അട്ടർ ഫ്ലോപ്പിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ, തകർന്നടിഞ്ഞു പോയി എന്നാലും അത് പുറമേ കാണിക്കാതെ നടക്കുക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ, അതിനുള്ളൊരു ചെറിയ പരിപാടിയാണ് നടക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം മുൻപോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പാകിസ്ഥാനിൽ മാത്രമല്ല ഈ റംദാൻ ആയപ്പോ ബോംബ് ബ്ലാസ്റ്റ്, ഇപ്പൊ ഇസ്രായേൽ ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതായത് ഇസ്രായേല് ഫലസ്തീനിലോട്ടുള്ള സകല മരുന്നുകളും ഭക്ഷണവും വെള്ളവും അങ്ങനെ വിതരണം ചെയ്യുന്ന എല്ലാ പാതകളും അടച്ചിരിക്കുകയാണ്. അവര് ഹമാസിന് ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ബന്ദികളെ വിട്ടുതരുമെന്ന് പറഞ്ഞ് ഈ ഒരു അവസരം. അപ്പോൾ ഹമാസ് അപ്പോൾ വളരെ വലിയ രീതിയിൽ വരണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ ഒരു സമയത്ത് തന്നെ ഇസ്രായേൽ ഇങ്ങനെ കാണിക്കുന്നു. ഇസ്രായേലിന്റെ ക്രൂരത എന്ന് പറഞ്ഞാണ് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ റംദാൻ മാസം ആവുമ്പോഴേക്കും പല ഭാഗങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അല്ല, അതിനകത്ത് അതിശയമായ കാര്യമൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേല് വെടിനിർത്തൽ കരാറ് നീട്ടുന്നതിനെ കുറിച്ച് ഒരു ആശയം മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിനെ ഹമാസ് എതിർക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ആവശ്യമില്ല എന്ന്. അപ്പം ഹമാസ് തന്നെയാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഈ റംദാൻ മാസം നോക്കി ഇസ്രായേലിന്റെ നിന്ന് ചൊറിഞ്ഞു മേടിയൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഹമാസ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ നീട്ടാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾ യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള നിലയിലേക്ക് അവർ വീണ്ടും മാറുകയാണ്, ടോൺ മാറ്റുകയാണ്. പിന്നെ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റംദാൻ മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹായം എന്ന രീതിയിൽ അവിടത്തേക്ക് അനവധി കാര്യങ്ങൾ പ്രവഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ നൽകുന്ന രാജ്യങ്ങളോ ഇല്ല സംഘടനകളോ നല്ല ഉദ്ദേശത്തിലാണ് നൽകുന്നതെങ്കിൽ പോലും ഇതിന്റെ പേരിലേക്ക് അവിടങ്ങളിൽ ആയുധങ്ങൾ കടത്താനും ഇല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഒന്ന് എന്താ പറയുക ശക്തി പ്രാപിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചാൻസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിപ്പോൾ അവർ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അവരിപ്പോൾ ചെയ്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഗാസയ്ക്ക് പുറത്തു നിന്നുള്ള വാഹനങ്ങളാണ് അവർ തടഞ്ഞിരിക്കുന്നത്. മാനുഷികപരമായ കാര്യങ്ങൾ അവർ തടയില്ല എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മരുന്ന്, ഭക്ഷണം, വെള്ളം ഇതൊന്നും തടയില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് അവിടുത്തെ കാര്യം. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ ഒരു ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതായത് ട്രംപ് ആണ് പറഞ്ഞത് ഇത് വെടിനിർത്തൽ കുറച്ചുകൂടെ നീട്ടണം, അവർക്ക് വിട്ടുതരാനുള്ള. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു റംസാൻ മാസം കൂടിയാണ്. പക്ഷെ ഹമാസ് ഒറ്റയടിക്ക് അത് എതിർക്കുകയാണ്. എനിക്കത് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു ലെവലിൽ ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെയാണ് അവർ. അതാ ഞാൻ ഈ പറഞ്ഞത്, ഈ റംദാൻ മാസം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ നടക്കുന്നത്. കാരണം ഈ മാസത്തിൽ അടി മേടിച്ചാലേ ഇവർക്ക് കൂടുതൽ സ്ഥലത്ത് പിരിവെടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത മാസത്തേക്ക് അടി നീണ്ടു കഴിഞ്ഞാൽ ഈ പിരിവ് അപ്പൊ കിട്ടത്തില്ല. ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കോ ധനുഷ്, ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇവർ അവിടെ അലമ്പുണ്ടാക്കും, ഹമാസ് അവിടെ അലമ്പുണ്ടാക്കി ഇസ്രായേൽ കയറി അടിക്കുകയും ചെയ്യും. ഇതൊരു വലിയ വാർത്തയായിട്ട് വരികയും ഇതിന്റെ പേരിൽ ഒരു വലിയ ക്യാമ്പയിനിങ് ഒക്കെ ലോകത്ത് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ക്യാമ്പയിനിങ് എന്നൊക്കെ പഴയതുപോലെ ഉള്ള ഒരു എഫക്ട് ഇപ്പോഴില്ല എന്നുള്ളതാണ്. കാരണം ഇതിപ്പോ ഒരു നല്ലൊരു ചാൻസ് ആയിരുന്നു ഇവർക്ക് കുറച്ചുകൂടി ഇത് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ട് ഒരു സമാധാനത്തിലേക്ക് ഒരു ചർച്ചയും മറ്റുമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് വലിയ അതിശയവും ഇല്ല. അവർ നീട്ടിക്കൊണ്ടുപോകും. നമ്മൾ തന്നെ മുമ്പ് ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഈ വെടിനിർത്തൽ എത്ര ദിവസത്തേക്കാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു സംശയമുള്ളത്. അല്ല, ഇത് ഉള്ള കാലത്തേക്കുള്ള വെടിനിർത്തലല്ല, താൽക്കാലികം എന്നാണ് അവർ തന്നെ പറയുന്നത്. ആ താൽക്കാലികം ഒരാഴ്ചത്തേക്കാണോ 1 മാസത്തേക്കാണോ എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് റംസാൻ മാസത്തിന്റെ വ്രതാരംഭത്തോടുകൂടി പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. പാകിസ്ഥാനിൽ ബോംബാക്രമണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് ഹമാസിനെ തളയ്ക്കാനായിട്ട് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഒരു നീക്കം നടത്തുന്നു. അതിന്റെ ഇടയിൽ അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു, നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞ്. ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വെള്ളവും ഭക്ഷണവും ഒന്നും തന്നെ കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഒരു സ്ഥലത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് പ്രശ്നങ്ങൾ ചെയിൻ ഓഫ് ഇവന്റ്സ് പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. താങ്ക് യു ബിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്.